ആഹാ, രേവതിയാണല്ലോ. സ്പീക്കറിലിട്. ആ മോളെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. അമ്മ ഇന്നും ഇങ്ങനെ തന്നെയാ പറയാറ്. ഞാനേ ഒരു കാര്യം പറയാനേ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചേ. എന്ത് കാര്യം മോളെ? അവിടെ വല്ല ഫംഗ്ഷനോ മറ്റോ ഉണ്ടോ? ഞങ്ങള് വരണോ? ഫംഗ്ഷനൊന്നുമില്ല. ഞാൻ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ടുപേരും ഇങ്ങോട്ട് ഓടി വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടല്ലോ? ഒരു പ്രശ്നമില്ല അമ്മേ. ഇന്നലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു കാറ് രേവതിയുടെ സ്കൂട്ടറിലിടിച്ചു. അയ്യോ മോളെ, വല്ലതും പറ്റിയോ ചേച്ചി? തീരാതെ രക്ഷപ്പെട്ടത് ഭാഗ്യെന്ന് കരുതിയാ മതി. കാലിലെ എല്ലിനെ ചെറിയൊരു പൊട്ടലുണ്ട്. ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഇപ്പോ നടക്കാനായിട്ടൊന്നും പറ്റില്ല. ശരിയാവണമെങ്കിൽ ഒരു 6 ആഴ്ച വേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞേ. കഷ്ടകാലം നല്ലത് എന്താ പറയാ? നീ എന്താ ഇത് നേരത്തെ വിളിച്ച് പറയാതിരുന്നേ? ഞാൻ ആശുപത്രി വരായിരുന്നല്ലോ. അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. ഞാനും ദൈവം ഇപ്പൊ അങ്ങോട്ട് വരാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അയ്യോ അമ്മ ഇപ്പോഴോ? രാത്രി ഒന്നും വരണ്ട അമ്മേ. അമ്മ നാളെ. ഈ 6 ആഴ്ചക്കാലം എന്റെ സച്ചേട്ടന്റെ കയ്യിലും ഒക്കത്തും ചുമലിലും ഒക്കെ ആയിരിക്കും ഞാൻ. മോളെ, നീ മരുന്നും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. അമ്മ നാളെ വരാം. ഈ ഫാനിന് തീരെ കാറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരുന്ന അറിഞ്ഞെങ്കിൽ ആരെങ്കിലും കൊണ്ട് നേരത്തെ ഫാൻ റിപ്പയർ ചെയ്യായിരുന്നു. എന്നെ കൊത്തിക്കൊണ്ട് പറക്കാൻ കൊതു ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ പായിലെ മൂട്ട വിടുന്നില്ല. രേവതി കിടന്നു പോണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കട്ടിൽ തന്നെ കിടക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തി ഇല്ലാന്ന് കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാ. എന്ത് പ്രശ്നം വന്നാലും ഒടുവിൽ അതെല്ലാം കൂടി എന്റെ തലയിലേക്ക് വരും. ഓ, സുധിയുടെ മാത്രമല്ല, എന്റെ അനുഭവം അത് തന്നെയാ. മുമ്പ് സച്ചിൻ രേവതിയും റൂം ഒഴിഞ്ഞു വന്നപ്പോ ഒന്നും ആശ്വാസമായത്. വീണ്ടും ഇങ്ങനെ പുറത്താകുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വാക്ക് വ്യത്യാസം അവർ കാണിച്ചത്. എന്നാലും അച്ഛൻ അവരുടെ ഭാഗത്താണ് നിന്നത്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിസിനസ്സുകാരനല്ലേ. ഞാനിങ്ങനെ ഹാളിൽ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത് മോശമാണെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഒരു ബിസിനസ്സുകാരന് ആദ്യം വേണ്ടത് നല്ല ഉറക്കമാ. എന്നാലല്ലേ ശരിയായി ചിന്തിച്ച് നല്ല ബുദ്ധിയുള്ള തീരുമാനം എടുക്കാൻ പറ്റൂ. അത് ബുദ്ധിയുള്ള ബിസിനസ്സുകാർക്കല്ലേ.